السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله فائز الأنبياء برضا الله ما بعد. അപ്പോൾ ഇൻട്രാക്ട് വിത്ത് ഗുരു ഉസ്താദ് എന്ന ടൈറ്റിൽ നടത്തുന്ന പ്രോഗ്രാമിന്റെ ആദ്യത്തെ എപ്പിസോഡിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അതിഥി എന്നുള്ളത് ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് ഉസ്താദാണ്. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഹജ്ജിലെ അനുഭവങ്ങളെ ചോദിച്ചറിയാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു എപ്പിസോഡ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം ഉസ്താദിനോട് ചോദിച്ചറിയാനുള്ളത്, നമുക്ക് ഖുർആനിൽ തന്നെ കാണാൻ പറ്റും, ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫത വലാ ഫുസൂക വലാ ജിദാല ഫിൽ ഹജ്ജ്. അപ്പോ ഇതിനെതിരായിട്ടുള്ള എന്തെങ്കിലും രീതിയിലുള്ള അനുഭവങ്ങളൊക്കെ ഉസ്താദിന് കാണാൻ സാധിച്ചിട്ടുണ്ട്? റഫസ് പറഞ്ഞാല് ജിമാവ് പോലത്തെ ഇല്ല, ഫിസ്ക് തെറ്റ് ചെയ്യലില്ല, പിന്നെ വലാജിദാലത്താർക്ക് അതിനെതിരിട്ടൊന്നും കാര്യമായിട്ടൊന്നും കണ്ടിട്ടില്ല. പക്ഷെ മെനിയിൽ കെടുക്കുന്നിടത്ത് ചിലപ്പോൾ എന്ത് ചെയ്യാം, ചിലർക്ക് ചില ബുദ്ധിമുട്ടുണ്ടാവുമ്പോ ചിലർ എന്തുണ്ട്, ചില വയസ്സന്മാരൊക്കെ ചില ഒച്ചപ്പാടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വേറൊന്നും അധികം കൊണ്ട് സംഭവിക്കണ ഇക്കാരം. കാരണം ഒരാൾക്ക് കെടുക്കാൻ മാത്രമുള്ള സ്ഥലത്ത് കെടുക്കണമല്ല. അപ്പൊ അതുകൊണ്ടുണ്ടാകുന്ന ചില പ്രയാസങ്ങള്, പല ശരീരത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളെ കൊണ്ട് സംഭവിച്ച എന്തെങ്കിലും ഉണ്ടായി, അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ട്. നമുക്ക് അറിയാം, ശരിക്കും പറഞ്ഞ എല്ലാവരുടെയും ഒരു അഭിലാഷമാണ് കഅബയെ ഒന്ന് നേരിട്ട് കാണാം, തവാഫ് ചെയ്യാം, ഹജറുൽ അസ്വദ് എല്ലാം ഒന്ന് ചുംബിക്കുക എന്നുള്ളത്. ഉസ്താദിന് ആദ്യമായിട്ട് കഅബ കാണുമ്പോൾ ഉണ്ടായിരുന്ന ഒരു അനുഭവം എന്തായിരുന്നു? ഇത് എനിക്ക് മാത്രമല്ല, ഏതൊരാൾക്കും ഉണ്ടാവും. കഅബ കാണുമ്പോ ഒരു പ്രത്യേക ഒരു അനുഭവം. എന്താ എന്റെ അനുഭവം എന്ന് പറഞ്ഞറിയിക്കാൻ കഴിയും. അത്രയും ഒരു അനുഭൂതിയും ഒരു അവസ്ഥയുണ്ടാവും. ഫസ്റ്റിലെ കഅബ കാണല് ഒരു കാണല് തന്നെ, ചെറിയൊരു കാണലല്ല, ഒരു മഹാസംഭവം തന്നെയാണ്. അത് ഇവിടുന്ന് പോണതിന്റെ മുമ്പ് തന്നെ പറഞ്ഞുതരും. കഅബ ആദ്യം കാണുമ്പോ കണ്ടോര് പറഞ്ഞുതരും. ആദ്യം കാണുമ്പോ ഉണ്ടാകുന്ന ഒരു അവസ്ഥ, ഒരു ഫീലിങ്, ചെറിയൊരു ഫീലിംഗ് ഒന്ന്, ഒരു മത്തായ ഒരു അവസ്ഥ തന്നെയാണ് ഫസ്റ്റിലെ കാണുന്നത്. അതെ അതെ, ആർക്കായാലും അങ്ങനെ തന്നെയാണ്. കഅബയെ ആദ്യമായിട്ട് കാണുമ്പോൾ ഞാൻ പല പുസ്തകങ്ങളിലും കണ്ടിട്ടുണ്ട്, കഅബയെ കണ്ടിട്ടുള്ള അനുഭവം വിവരിച്ചിട്ട് ചില ആൾക്കാർ പൊട്ടിക്കരഞ്ഞു, അങ്ങനെയൊക്കെ വിവരിച്ചുകൊണ്ടിരുന്നുള്ള ഒരുപാട് അവസ്ഥകൾ നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ ഉസ്താദിനോട് അടുത്തതായി നമുക്ക് അറിയാനുള്ളത്, അടുത്തതായി ചോദിക്കുന്നത്, ഉസ്താദിന്റെ അവിടുത്തെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഫുഡ് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടതായിരുന്നു. ഫുഡിലൊടുക്കും ഞങ്ങൾക്കൊന്നും പ്രയാസമില്ല. ഗവൺമെന്റ് പോണവർക്കൊന്നും കാര്യമായ പ്രയാസമില്ല. കാരണം എന്റെ കൂട്ടത്തിൽ എന്റെ ഭാര്യ ഉണ്ടായിരുന്നു. എനിക്ക് വേണ്ടുന്ന ഫുഡ് എന്ത് ചെയ്യലുണ്ട്, ഉണ്ടാക്കി തരലുണ്ട്. പിന്നെ അവിടെ എന്നും കഞ്ഞി കിട്ടുന്നുണ്ട്. ഇശാന്റെ ശേഷം കഞ്ഞി എന്ത് ചെയ്യും, പല സന്നദ്ധ സംഘടന കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് തന്നതിന്റെ തണല് പറഞ്ഞൊരു സംഘടനയാണ്, ജമാഅത്തെ അതാന്ന് തോന്നുന്നു. അത് വേണ്ടി എല്ലാവർക്കും ആ നിശ്ചയ ടൈമിനെത്തിയാൽ ഓൽക്കും കഞ്ഞി കിട്ടും, ചോദിക്കണവർക്കും കഞ്ഞി കിട്ടും. പിന്നെ ഭക്ഷണം എന്റെ ഭക്ഷണം തന്നെയാണ് അധികം ഉണ്ടാക്കിയിരുന്നത്. പിന്നെ എന്റെ സ്വന്തം അടുത്ത കുടുംബക്കാരൻ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം വന്നിങ്ങാണ്ട് വേണ്ടുന്ന മീനും പച്ചക്കറിയും വേണ്ടതൊക്കെ എന്ത് ചെയ്യലുണ്ട്, കൊടുന്നു തരലുണ്ട്. അതിന്റെ പൈസ കൊടുക്കലുണ്ട്. അപ്പൊ എനിക്ക് മാത്രമല്ല, റൂമിൽ താമസിക്കുന്ന 5 ആൾക്കാർക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഭക്ഷണം ഉണ്ടാക്കണോട് ഞങ്ങൾ 4 ആൾക്കാരാണ്. 4 ആൾക്കും വേണ്ടത് എന്ത് ചെയ്യും, കൊണ്ടുവരും. ഞങ്ങൾ 4 ആളും കൂടി എന്ത് ചെയ്യും, ഒരു വെച്ചു. മീനായാലും അയില, അതേപോലെ തന്നെ കോര, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വേണ്ടതൊക്കെ പച്ചമീന് അപ്പൊക്കെ കിട്ടുന്ന പച്ചമീന് ഞാൻ കൊടുന്നു തന്നിരുന്നു. പിന്നെ ഭാഗത്തേക്കാൻ ഫ്രിഡ്ജുണ്ട്, ഓരോ റൂമിലും ഇതുണ്ട്, ഫ്രിഡ്ജുണ്ട്. പിന്നെ ഉണ്ടാക്കാനാണെങ്കിൽ ഒരു കിച്ചന്റെ ഹാള്, അതിൽ ഗ്യാസും ഉണ്ട്. ഇപ്പൊ ഉണ്ടാക്കലൊന്നും തല്ല, ഭക്ഷണം ഉണ്ടാക്കലൊന്നും ബുദ്ധിമുട്ടായില്ല, ഭക്ഷണം ബുദ്ധിമുട്ടായില്ല ഇവിടെ ഒന്നും. അതെ അതെ അതെ, ഫുഡ് അൽഹംദുലില്ലാ റാഹത്തായി. അപ്പൊ ഉസ്താദിന് ഈ ഒരു ഹജ്ജ് കഴിയുന്ന വേളയിൽ ഏറ്റവും രസകരമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന അനുഭവം എന്തായിരുന്നു? ഏറ്റവും രസകരമായിട്ട് തോന്നിയത് ഒരു രസം തന്നെ. ഹജ്ജിന് ഭേദം ഒരു രസം കുറഞ്ഞ അനുഭവമായിട്ട്, രസം കുറഞ്ഞത് പറഞ്ഞൊന്നും പറയാനൊന്നും കാണുന്നില്ല. ഒന്ന് മിനിയിലെ താമസമാണ്. അവിടെയാണെങ്കിൽ ഭക്ഷണം കൊണ്ടിട്ട് നല്ല ഉഷാറായിട്ട്, അത് മിനിന്ന് ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാനൊന്നും പാടില്ല. ഭക്ഷണം രാവിലെ എന്ത് ചെയ്യും, ഫുഡ് കുബൂസും അതേപോലത്തെ അതിക്കുള്ള കറി ഉണ്ടാകും. ചായ എപ്പോഴും നല്ല കട്ടിയുള്ള ചായ അവിടെ നിറച്ച് വെച്ചിട്ടുണ്ടാകും. പിന്നെ ഉച്ചക്ക് ചോറ് ബിരിയാണി തന്നെയാണ് എന്ത് ചെയ്യുക,
അവിടുത്തെ ബിരിയാണി അതുണ്ടാകും. രാത്രി ഉണ്ടാവും. നമുക്ക് വേണ്ടുന്ന ഭക്ഷണം ഏതാച്ചാലും അതെന്ത് ചെയ്യും, വേണ്ടുന്ന ചോദിക്കും എന്താ വേണ്ടിന്ന്. ചിലപ്പോ എന്ത് ചെയ്യും, കുബൂസ് ആണെങ്കിൽ അത്, മറ്റേതാണെങ്കിൽ അത് അവിടെ കിട്ടണേ, അടോലുണ്ടാക്കണേ അതും കിട്ടും. അത് ഭക്ഷണത്തിലൊന്നും ബുദ്ധിമുട്ടില്ല. പിന്നെ രസകരമായ അനുഭവം അറഫീലാണ്. അറഫീൽ നമ്മളിപ്പോ ഒരു ജ്യൂസിന്റെ ഇത് ചോദിച്ചാൽ വരുന്ന ഒരു പെട്ടിയാണ് ഈ കാര്യം എന്ത് ചെയ്യുക കിട്ടുക. അതിനെ വണ്ടി അവിടെ നിർത്തിയിട്ടേക്കാണ്. അത് എല്ലാവർക്കും കിട്ടും. പുറത്തുങ്ങാണ്ട് എന്ത് ചെയ്യുക, ഞാൻ പെട്ടി വാങ്ങാൻ പോയിട്ടില്ല, കാരണം എന്നെ കൊണ്ട് കൊടുത്തു തീർക്കാൻ കഴിയില്ല. പിന്നെ കണ്ട ഒരു രസകരമായ അനുഭവം എന്ന് പറഞ്ഞാൽ, ഞങ്ങളടുത്ത് ഭക്ഷണം കഴിച്ചും കൊണ്ട് 2-3 ആൾക്കാരുണ്ട് ഇനി അറഫീലെ തമ്പില്. അപ്പൊ നോക്കുമ്പോ ഓൽക്ക് എന്തുള്ളവരല്ല, പീസുള്ളവരല്ല. പോലീസ് എന്നുങ്ങാണ്ട്, പോലീസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ മഫ്ലർ ഇട്ട ആൾക്കാരെന്നുങ്ങാണ്ട് ഓരോട് എണീ. കാരണം ഇവർക്ക് ഔദ്യോഗികമായിട്ട് അയക്കുള്ള ആൾക്കാർക്ക് സ്ഥലം ചെയ്യണില്ല. അപ്പൊ ഒക്കെ യമനികളാണ്. യമനികളോ അതേപോലെ തന്നെ വേറെ ഇവിടെ ഉള്ളവർ പിടിച്ചുങ്ങാണ്ട് എന്ത് ചെയ്തു, പോലീസ് പുറത്താക്കാൻ കുറെ ഗതി കിട്ടും. അങ്ങനെയെങ്കിലും തല്ലുവിടാനും പറ്റൂലല്ലോ. മെല്ലെ മെല്ലെ പിടിച്ചുങ്ങാണ്ട് ഓലെന്ത് ചെയ്തു, അതിന്ന് പുറത്താക്കി. ഒക്കെ ഇഹ്റാമിന്റെ വേഷത്തിൽ തന്നെ ഉള്ളത്, അറഫന്റെ അന്നുമാണ്. ഇന്നാണ്ട് കൊണ്ടുപോകേണ്ട പുറത്തേക്ക് എന്ത് ചെയ്തു, കൊണ്ടുപോകണുണ്ട്. എന്നിട്ട് അവര് ഔദ്യോഗികമായിട്ടുള്ള ആൾക്കാർ, ഓരോ മുത്തഫിഫിന്റെ കീഴിൽ കുറെ ആൾക്കാരാണ്. ഓരൊക്കെ എന്ത് ചെയ്തു, കയറ്റിയായിട്ട് ഓരോ ആൾക്കാരെ ഫുള്ളാക്കി. അങ്ങനത്തെ ഒക്കെ കുറെ അനുഭവങ്ങളുണ്ട്. ഇനിയും കുറെ അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ കുറച്ചൊന്നുമല്ല. അതെ അതെ, ഹജ്ജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഒരുപാട് അനുഭവത്തിന്റെ ഒരു കലവറയാണ്. ഓരോരുത്തർക്കും ഉണ്ടാവും ഇതേപോലെ രസകരമായിട്ടുള്ള, മനോഹരമായിട്ടുള്ള, എന്നും ഓർത്തു വെക്കുന്ന പുതുതായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും. അപ്പോ നമുക്ക് ഒരുപാട് കേട്ടതാണ് ഇങ്ങനെ കിതാബിന്റെ ക്ലാസ്സിന്റെ ഇടയ്ക്കൊക്കെ കാണാൻ നമുക്ക് അതാ ഹജറുൽ അസ്വദ് കാണാനും അതൊന്ന് ചുംബിക്കാനൊക്കെ തിരക്ക് കൂട്ടുന്നതൊക്കെ ആയിട്ട് ഇങ്ങനെ കേൾക്കാനൊക്കെ പറ്റി. ഉസ്താദിന് അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫുസൂക്ക് എന്ത് ചെയ്യണം, വേറുള്ളവരെ തള്ളിയിട്ട് ഉന്തിയിട്ടും എനിക്കൊന്നും ഏതായാലും പോകല് ഹറാമാകും. കാരണം ഞാൻ വേണമെങ്കിൽ പോയിട്ട് ജീവനോടുകൂടി മടങ്ങി വരുമോ എന്ത് ചെയ്യൂല, കഴിയൂല. ഏതായാലും കുറെ ആൾക്കാരെ തിരക്കണം, അതൊന്നും എന്ത് ചെയ്യൂല, സാധിക്കണ കാര്യമില്ല. നല്ല ആരോഗ്യമുള്ളവർക്ക്, പാകിസ്ഥാൻകാർക്ക്, അതുപോലെ തന്നെ സുഡാനികൾക്ക്, പിന്നെ ഇന്ത്യക്കാരിന്ന് കുറച്ച് വയ്ക്കണവർക്കൊക്കെ തിരക്കാൻ നിന്നാൻ ചെയ്യുന്നതാണ് കിട്ടുന്നത്. പിന്നെ അപൂർവം ചില ആൾക്കാർക്കൊക്കെ പോലീസ് സൗകര്യം ചെയ്തു കൊടുക്കലുണ്ട്. അതിൽപ്പെട്ടാണ് ഒരാൾ എന്റെ അച്ഛനും അതിനെ മേത്ത് അവിടെ അടിച്ചു വരുമ്പോ അവിടെ ഉള്ള ആൾക്കാരൊക്കെ എന്താണ് ഒഴിവായി. അപ്പൊ പറഞ്ഞു എന്റെ ഒരു വിരലെക്കാൻ വേണ്ടി വിശാർത്താക്കി. അപ്പൊ സമ്മതിച്ചു പോയി, ഇങ്ങോട്ട് സ്വന്തത്തിൽ എന്ത് ചെയ്തു, മുത്തിപ്പോയി. അനുവദിച്ച കോലത്തിൽ മുത്തണമെങ്കിൽ എന്ത് ചെയ്യണം, ആളൊഴിഞ്ഞ് കിട്ടണം. അത് കിട്ടണ കാര്യം പ്രയാസമാണ്. പിന്നെ നെഫ്സിനെ ആക്രമിച്ചു മുത്തിയിട്ടുണ്ട്. വിരല് എന്തിക്കൂടിയല്ല, നിലത്ത് കൂടിയല്ല, മേലെ കൂടി അങ്ങോട്ട് വരല്, അങ്ങോട്ട് മികലാണ്. അതൊക്കെ പറഞ്ഞാൽ ആരോഗ്യമുള്ളവർക്കേ കയ്യുള്ളൂ, അനുവദിക്കുള്ളൂ. മറ്റേ ഷെറ അനുവദിക്കൂല ആ അക്രമം. തീർച്ചയായും ഞാൻ ഇതിനോട് യോജിക്കുകയാണ്. അപ്പോ ഈ ഹജ്ജിന്റെ ഇടക്ക് ഉസ്താദിന് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ള അവസരം ഏതായിരുന്നു? ബുദ്ധിമുട്ട് ഹജ്ജിൽ കുറച്ച് നല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ബുദ്ധിമുട്ടായി തോന്നി പറഞ്ഞാല്, ഇപ്പൊ മിനിന്ന് എനിക്ക് കാലുകൊണ്ട് വല്ല അടക്കാൻ പറ്റല്ലോ. മിനി ഇപ്പത്താണ് അറഫീന്ന് വന്ന് ഇപ്പൊ എന്താണ് അറഫീന്ന് ഞങ്ങളെ ബസ് പുറപ്പെടാൻ വേണ്ടി കുറെ വഴുകി. 11 മണിയായി. 11 മണിക്ക് പുറപ്പെട്ടിട്ട് ആകെ 2 മണിക്കൂർ നേരെ പോകാൻ അരമണിക്കൂറിന്റെ റൂട്ടേ ഉണ്ടാവും. ഇത് അവിടെ എത്തുമ്പോ ഏകദേശം 3-3:30 കഴിക്കണം. 3 ബ്ലോക്കിന്റെ ഉപ്പുണ്ട്. പിന്നെ മുസ്ദലിഫ കാണുന്നിടത്തെത്തിയപ്പോ വണ്ടി അവിടെ നിന്നു. പിന്നെ അവിടെ നിന്ന ബസ്സിലിരുന്ന് ബസ് പോവുകയാണെങ്കിൽ മുസ്ദലിഫില് രാത്രി കുറച്ച് സമയമെങ്കിലും കിട്ടണം. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആരും നോക്കാതെ ഇറങ്ങി ഓടൽ തുടങ്ങി. അപ്പൊ എന്റെ ഒപ്പം ഉള്ളവരും എന്ത് ചെയ്തു, ആ ബസ്സിലുള്ളവരും ഫുള്ള് ഓടിയതുകൊണ്ട് എന്ത് ചെയ്തു, മുസ്ദലിഫിൽ ചെന്നുങ്ങാണ്ട് കുറച്ച് കെടുക്കാനും കുറച്ച് നിൽക്കാനും എന്ത് ചെയ്തു കഴിഞ്ഞു. സുബൈന്റെ മുമ്പ് അവിടെ എത്തണം. അതാണ്. പിന്നെ മുസ്ദലിഫ കഴിഞ്ഞിട്ട് പിന്നെ പോണ്ടത് എവിടേക്കെത്തണം, ആദ്യത്തെ ജംറത്തുൽ അഖബ അന്നത് പെരുന്നാളിന്റെ അന്നാപ്പത് ഏരിയ അവിടെ നടക്കാണ്. റൂമുക്കൊന്നും വിടൂല, നേരെ നടക്കല് തന്നെ. ആ നടക്കല് അറഫീൻ തുടങ്ങിയ നടക്കല് മുസ്ദലിഫ തന്നെ മീന വരെ ജംറ വരെ നടക്കണം. ഏകദേശം ഇവിടുന്ന് സുബൈസ്കരിച്ചാട് നടക്കൽ തുടങ്ങിക്കണം. ഏകദേശം 11 മണിയോളം അയക്കണ ആ നടത്തം കൊണ്ടിട്ട് എന്റെ അർത്ഥം കൊണ്ട്. അപ്പൊ എന്റെ കൂടെ ഞങ്ങള് 3, 6, 8 ആൾക്കാരുണ്ട്. മൊത്തം 8 ആൾക്കാരുണ്ട്. മൊത്തം 10 ആളുണ്ട്. 2 ആൾക്കാർ വേറെ പോയിക്കണം. വേറെ ഒരിക്ക് കാലുകൊണ്ട് തീരെ സുഖാല് കുഴഞ്ഞ ആളാണ് ഒരാൾ, നടക്കാൻ കഴിയാത്ത. ഈ 8 ആൾക്കാരില് ഞങ്ങൾ ഒരാൾ എനിക്ക് വേണ്ടി പിന്തി,
ബാക്കി എന്റെ ഭാര്യയും വേറെ 3 ആൾക്കാരെ ഭാര്യയും ഒരു കൂട്ടത്തിൽ പോയിങ്ങാണ്ട് ഓലെ എറിഞ്ഞിങ്ങാണ്ട് ആദ്യം റൂമിലേക്ക് എത്തി. ഞങ്ങൾ എത്തുമ്പോഴത്തേക്ക് ഏകദേശം 5 മണിയോളൊക്കെ ഒരു 3 മണിക്ക് എത്തിയായിരുന്നു. പിന്നെ എറിഞ്ഞിങ്ങാണ്ട് പിന്നെ നടക്കാൻ കഴിയാത്തതുകൊണ്ട് കുറച്ച് കുറഞ്ഞ സ്ഥലത്തൊക്കെ വിശ്രമിക്കും. ശ്രമിക്കാന്നില്ല, ചൂടുള്ള റോഡ് തന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല, വാഹനം കിട്ടാനില്ല. അതാണ് റഫീൽ വെച്ച് ഹജ്ജിൽ വെച്ചിങ്ങാണ്ട് പ്രയാസകരമായ സംഭവം. ആർക്കും പ്രയാസം തന്നെ. എവിടേക്കും വിടൂല പോലീസ്, ഒരു റൂമിക്കും വിടൂല, എല്ലാരും എവിടേക്കേ വിടുള്ളൂ. ജംറ എറിയാനുള്ള വിടലേ എന്ത് ചെയ്യുള്ളൂ, വിടുള്ളൂ. അതെ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഇത്രക്കായിരം ആൾക്കാർ ഒരുമിക്കുന്ന ഒരു വേളയാണല്ലോ. സ്വാഭാവികമായിട്ടും ഇതുപോലെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇതൊക്കെ ക്ഷമിച്ച് നല്ല രീതിയിൽ ചെയ്യുമ്പോഴാണ് അള്ളാഹുവിന്റെ അടുക്കൽ പൂർണ്ണമായി കൂലി കിട്ടുക. ഓക്കെ, അപ്പോൾ ഉസ്താദിന് നമുക്കറിയാം ഹജ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു സമയത്ത് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഹജ്ജ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോ പുതുതായിട്ട് ഏതെങ്കിലും അന്യ രാജ്യക്കാരെ ഫോറിനേഴ്സുമായി പരിചയം ഉണ്ടായിട്ടുണ്ടോ? വേറെ നാട്ടിലെ ആൾക്കാർ ഒരു ദിവസം വെള്ളിയാഴ്ച നേരത്തെ രാവിലെ ഇറങ്ങി ചെന്ന സമയത്ത് 2 മിസ്രികള് ഒരു തൽക്കാലം ഇരിക്കാൻ സ്ഥലം ഏകദേശം കഴിഞ്ഞാണ്. ഒരു ഒതുക്കി വെച്ച സ്ഥലം എനിക്ക് എന്ത് ചെയ്തു, അവരോട് സംസാരിച്ചു നോക്കുമ്പോൾ എനിക്ക് അറബി അറിയും. അറബിയിൽ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും കോഴിക്കോടിനെ പറ്റി മിസ്റിനെ പറ്റിയൊക്കെ കുറച്ചൊക്കെ സംസാരിച്ചു. അതൊക്കെ സംസാരിച്ച എനിക്ക് ഓർമ്മ. കോഴിക്കോട് ഓൽക്കറിയാം, കോഴിക്കോട് കാലിക്കറ്റ് എയർപോർട്ടൊക്കെ എന്ത് ചെയ്യാ ഓൽക്കറിയാം എന്ന് പറഞ്ഞു. മിസ്ർ ഷാഫി ഇമാമിന്റെ അടുത്ത് അവിടെ അവിടുത്തെ അടുത്തൊക്കെയാണെന്ന് ഓൽ പറഞ്ഞു. പിന്നെ കൂടുതൽ വർത്താനം പറയാൻ വെള്ളിയാഴ്ച അല്ല, ഓതിയും കൊണ്ട് അങ്ങനെ കുത്തം. അങ്ങനെ 2 മിസ്രികളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. നല്ല ആൾക്കാർ. പിന്നെ ഞാൻ അവിടുന്ന് എണീറ്റ് പോകുമ്പോ സ്ഥലം പിടിച്ചു വെക്കണോ വെച്ചു, കാരണം ഞാൻ അവിടേക്ക് എത്തുന്ന ഉറപ്പില്ല. ഇപ്പൊ വേണ്ടാറ്. അപ്പോ നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. അതിനു മുന്നേ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ് ഉസ്താദിനോട്. നമുക്ക് അറിയാം സഫ മറവയ്ക്കിടയിൽ ഓടല്, ജംറുകൾക്ക് നേരെ കല്ലെറിയല്, അതൊക്കെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കിതാബുകളിൽ നിന്നും മറ്റവിടെ നിന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തീർത്തും വ്യത്യസ്തമായി തോന്നുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവിടുന്ന് വിശ്വാസികൾ എങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങളെയൊക്കെ നോക്കിക്കാണാറുള്ളത്? അബുദാണ് മനുഷ്യൻ. പടച്ചൻ പറഞ്ഞ എന്താ ചത് കേൾക്കുക എന്നുള്ളത് ഈ ഭാഗത്താണ് ഈ ചെയ്യേണ്ടത്. കല്ലെറിയണ ഒത്തിരിയല്ല, ഒരു മതില കാണണ്ടേ നമ്മുടെ ജംറ, അവിടെ മതില് പറഞ്ഞത് എന്താ കേൾക്കുക, അതാണ് എന്ത് ചെയ്ത് അബുദ്. അബൂദിയത്താണ് തെളിപ്പെടുത്താണ് കണ്ട ആൾക്കാർ വീണ് ജംറായിട്ട്. സഫാ മർവന്റെ അടിയിൽ ഓട് പറഞ്ഞ ഒരു സ്മരണ. ഏത് ഒരു കുട്ടിനെ കൊടന്നാക്കിങ്ങാണ്ട് പെണ്ണിയും കൊടന്നാക്കിങ്ങാണ്ട് അവിടെ ഇട്ട് പോവുകയാണ് ഇബ്രാഹിം നബി. കുറച്ച് വെള്ളമുണ്ട്, കുറച്ച് വെള്ളമുണ്ട്. ആ വെള്ളം കുടിച്ചും കൊണ്ട് നിൽക്കണമെന്ന് വെച്ചാൽ കുട്ടിക്കും പ്രശ്നമില്ല, ഒന്നും പ്രശ്നമില്ല. പിന്നെ വെള്ളം കഴിഞ്ഞപ്പോ കുട്ടിക്ക് എടുത്ത് കരയാൻ തുടങ്ങി. ഈ ഒരിഷ്ടമ്മ ലോകത്തോടി ആൾക്കാരില്ല, 2 മലന്റെ അടിയില് എന്താ കാട്ടുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി, അങ്ങോട്ടും ഇങ്ങോട്ടും സഫന്റി മർവന്റി അടിയിൽ ഓടി. അതിലെന്തോ ഒരു ഒച്ച കേട്ടു. ഒച്ചൊക്കെ കേൾപ്പിച്ചിട്ടുണ്ട്. എന്റെ അടുത്ത് എങ്കാണ് ഇന്തൊക്കെ ഒവാസും ഫാഗീസ് വല്ല സഹായം ഉണ്ടെങ്കിൽ സഹായിക്കാറ്. അപ്പൊ ആ ജിബിരിയിലാണ്. അപ്പൊ കുട്ടി കാലിട്ടടിച്ചു കൊടുത്ത് വെള്ളം എന്ത് ചെയ്തു, പുറപ്പെടുവിച്ചു. പുറപ്പെടുവിച്ചപ്പോ എന്താണ് ഒരാള് ആജർ റളിയല്ലാഹു അത് ഒതുക്കി വെച്ചു. അതാണ് അത് സ്മരിക്കാനാണ് എന്ത് ചെയ്യുന്നത്, ആ ഓടുന്നത്. വെറുതെ ഓടുന്നല്ല, ആ പറഞ്ഞ മാതിരി, ആ ചെയ്ത മാതിരി, ചെയ്ത മാതിരി എന്ത് ചെയ്യാണ്. അതിന്റെ സ്മരണ. അത് ചെയ്യാൻ ആര് പറഞ്ഞിട്ടുണ്ട്? ഇറ്റാൻ പറ്റോൻ പറഞ്ഞ കേക്ക്, അതാണ് അടുത്ത്, വേറെ ഒത്തുമില്ല. ആ ഉബൂദിയത്ത് വെളിവാക്കലാണ് ഹജ്ജ് കിട്ടുക. ഈ പറഞ്ഞോടത്തൊക്കെ അത് തന്നെ ഉള്ളു, വേറെ ഒത്തുമില്ല. ഈ 3 ലക്ഷം 8 ലക്ഷം ഒക്കെ മുടക്കി പോയാൽ എത്ര കിട്ടണേ? ഒന്നുമില്ല. അതൊക്കെ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യാ, ആ പറഞ്ഞ മാതിരി ചെയ്യാൻ കഴിഞ്ഞ് കിട്ടിയാൽ, സ്വീകരിച്ച് കിട്ടിയാല് സ്വർഗാണ് ഉറപ്പ് പറഞ്ഞിട്ട്. അത് കുട്ടിക്കളിയായിട്ട് കൂട്ടുന്നവർക്ക് അങ്ങനെ പോണ്ട, വലയിന് പോകാൻ നിൽക്കണ്ട. ഹജ്ജിലുള്ളത് അത് തനിച്ച ഉബൂദിയത്താണ്. അപ്പോ ഇത്രയും ഒരു കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഒരു ഹാജിയിൽ നിന്ന് ഒരു ഹജ്ജിന്റെ മനോഹരമായ അനുഭവങ്ങളൊക്കെ കേട്ടറിയാൻ പറ്റി. അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഒരു ഹജ്ജും ഉംറയൊക്കെ ചെയ്യാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. ഈ ഒരു സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം നമ്മളോട് ഈ അനുഭവം പങ്കുവെച്ച ബഹുമാനപ്പെട്ട അസീസ് ഉസ്താദിന് ആദ്യമായി നന്ദി പറയുകയാണ്. തുടർന്നും ഇതുപോലുള്ള എപ്പിസോഡുകൾ പ്രതീക്ഷിക്കണം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.